മൊബൈൽ അഡിക്ഷനെ കുറിച്ച് നമ്മൾ മക്കളെ കുറിച്ച് ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ ഒരു മൊബൈൽ അഡിക്റ്റ് ആണോ എന്നുള്ളതാണ് കേട്ടോ. അതാദ്യം നമ്മൾ നോക്കണം. ക്ലിനിക്കിൽ വരുന്ന കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുട്ടികളുടെ അടുത്ത് മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ അവസാനം ചോദിക്കുക, അല്ല ഡോക്ടർ ഉമ്മാന്റെ ഇപ്പാന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. ഉമ്മയുപ്പി ഓനക്കാ വലിയ മൊബൈൽ അഡിക്റ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. നമ്മൾ മൊബൈൽ കാണരുതെന്ന് പറയുന്ന മൊബൈലിൽ കുത്തിക്കണ്ട, ഫോൺ കാണരുതിട്ടാ, ഫോൺ നോക്കരുതിട്ടാ, സ്ക്രീൻ ടൈം കുറക്കണം ഇട്ടാ. ഇതൊക്കെ ഫോണിൽ നോക്കി പറഞ്ഞത്. കുട്ടികൾ ബുദ്ധിയുള്ള ആളുകളാണ്, നമ്മളെക്കാളും ബുദ്ധി കൂടുതലാ. അപ്പൊ ആദ്യം അത് നമ്മൾ നോക്കുക. ഇത് അങ്ങനത്തെ കേസ് അല്ല, വീട്ടില് ആരും മൊബൈൽ ഉപയോഗിക്കുന്നില്ല കൂടുതലായിട്ട്. പക്ഷേ എന്നിട്ട് മക്കള് മൊബൈൽ ഫോണിൽ അഡിക്ഷൻ ഉള്ള ഒരു രൂപത്തിൽ വരുമ്പോൾ അത് ചെറുപ്പം മുതലേ നമ്മൾ ഫോൺ കൊടുത്തു തുടങ്ങുമ്പോഴേ അവിടെ റെസ്ട്രിക്ഷൻ വെക്കണം എന്നുള്ളതാണ്. ടൈം വെക്കുക. പാരന്റ്സിന് കഴിയില്ലെങ്കിൽ പിന്നെ അതിന് വേറെ ആരെക്കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് വെക്കുക. ആ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടി ഏത് റിയാക്ഷൻ കാണിച്ചാലും, അത് വാങ്ങിക്കുമ്പോ എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ കുട്ടി കാണിച്ചാലും, ഇനി 2 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലും പട്ടിണി കിടന്ന ഒരു കുട്ടികളും, വാശി കാണിച്ച് പട്ടിണി കിടന്ന ഒരു കുട്ടികളും ഇതുവരെ ഭൂമിയിൽ മരിച്ചിട്ടില്ല. 2 ദിവസം പട്ടിണി കിടന്നോട്ടെ, 3-ാമത്തെ ദിവസം മുതൽ ആള് ഭക്ഷണം കഴിക്കും, മൊബൈൽ അഡിക്ഷനും കുറയും. ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ഓപ്ഷൻ, ഇത്തരത്തിലുള്ള മുതിർന്ന കുട്ടികളുടെ കേസിൽ നമ്മൾ കൺസൾട്ട് ചെയ്യണം, കൺസൾട്ടേഷൻ കൊടുക്കണം, എക്സ്പേർട്സിന്റെ ഹെൽപ്പ് ചോദിക്കുക തന്നെ വേണം. മക്കള് ഫോണിൽ ഇരിക്കുമ്പോ പഠിക്കുക എന്ന് പറയുന്നതിനെ കൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളതാ. അത് പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികൾ പഠിക്കൂല. കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധി, യുക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും പൂർണ്ണ വളർച്ച എത്തുന്നതും 19-നും 24-നും ഇടയ്ക്കാ. ഈ 19 വയസ്സിന് 24-ന് ഇടയ്ക്കും വയസ്സുള്ള സമയത്ത് മാത്രമേ തലച്ചോറ് പൂർണ്ണമായും വളർന്ന് യുക്തിപരമായിട്ട് തീരുമാനങ്ങളിലേക്ക് ഒരു മനുഷ്യന് എത്താൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് കുട്ടികളുടെ വിദ്യാഭ്യാസ കാലമൊക്കെ കഴിയും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും കുട്ടികളോട് പഠിക്കുക എന്നുള്ളത് പറയണം, പറയുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടും കേൾക്കാത്ത കുട്ടികൾ ചിലപ്പോൾ നമ്മള് അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴായിരിക്കും പഠിക്കുക എന്ന് പറയണത്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പണിയിൽ നിന്നിട്ടായിരിക്കും മക്കളുടെ അടുത്ത് ഇത് പറയുന്നത്. അതിന് പകരം അങ്ങനെ കേൾക്കാതെ വരുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ ആദ്യം അത് ചെയ്യുക. മീൻസ് അവരുടെ ബാഗും ബുക്കൊക്കെ എടുത്ത് നമ്മൾ ആദ്യം പഠിക്കാനിരിക്കുക. എന്നിട്ട് വിളിക്കുക, വാടാ മോനെ നമുക്ക് ഒരുമിച്ച് പഠിക്കാന്ന്. മനസ്സിലായില്ലേ? നമ്മൾ ഒരുമിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടികൾ വരും. ഇതെന്ത് ഇന്നോട് മാത്രം എന്നുള്ള ചിന്തയാണ് അവരുടെ ഉള്ളിൽ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരിക. ഇത് ഒരുമിച്ച് നമുക്ക് ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് വരുമ്പോൾ ഓക്ക് സന്തോഷമായി, ഉമ്മ നാളെ മുതൽ എന്റെ മുമ്പ് പഠിക്കാൻ വരൂലേ എന്ന്. നമ്മൾ ഒരുമിച്ച് ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് വരുമ്പോൾ കുട്ടികൾ വരും. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് ഇഷ്ടാവോ എന്നുള്ളതാ. വലിയ കുട്ടികൾക്ക് അത് ഇഷ്ടാവോ എന്നുള്ളതാ. ഇഷ്ടാവൂലെങ്കിലും ഒരു വരും, നിർബന്ധമായിട്ട് ഒരു വരികയാണ്. നമ്മൾ പഠിക്കാൻ ഇരിക്കുകയാണല്ലോ, അപ്പൊ ഓരും കൂടെ അതിലേക്ക് വരിക. അതാണ് നമ്മൾ ഇരിക്കുമ്പോഴും പുസ്തകം പിടിച്ചിരിക്കുമ്പോഴും നമ്മളെ ഫേസിന്റെ എക്സ്പ്രഷനും നമ്മളെ മെന്റാലിറ്റിക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ദേഷ്യം പിടിച്ചുകൊണ്ട് ഓടോ കൗൺസിലർ പറഞ്ഞത് അതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോ അവർക്കൊന്ന് മനസ്സിലാവോ ഇല്ലേ? ഏത് മൂഡിലാണ് ഉമ്മ ഇത് ചെയ്യണത്, വാപ്പത് ചെയ്യണത് എന്നുള്ളത് മക്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആ ഒരു അവസ്ഥയിൽ എന്നെ പുന്നാരിച്ച് കൊഞ്ചിച്ച് ഒരു കാര്യം, നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത്, ശാസിച്ച് പറയുന്നതും നെറുകയിൽ ഒരു ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പറയുന്നത് രണ്ടും ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? നെറുകയിൽ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുത്ത് പറയുമ്പോ അത് പെട്ടെന്ന് കുട്ടികൾ കേൾക്കും. അതവർ പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യം കൂടുതലാ ശാസിക്കുന്നതിനേക്കാളും. ചീത്ത വിളിച്ചിട്ട് ശാസിച്ചിട്ട് ഒരു മനുഷ്യനും ഭൂമിയിൽ മാറിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. മാറിക്കണാ ഇല്ല അല്ലെ? മാറിയിട്ടില്ല. ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്തി അടിച്ചോ ചീത്ത പറഞ്ഞിട്ടോ മാറ്റാൻ കഴിയില്ല. പക്ഷെ പുന്നാരിച്ച് സ്നേഹിച്ച് മാറ്റാൻ പറ്റും. അരുതേന്ന് പറയണതേ നമ്മളെ മനസ്സിൽ വരുള്ളൂ അല്ലെ? നമുക്ക് നോക്കല്ലേ? എല്ലാരും ഒന്ന് കണ്ണടച്ചാണേ. ഹൈ കണ്ണടക്കണയാളെ. മഞ്ഞ കളറിലുള്ള ഒരു ആന, ആരും ആലോചിക്കരുതിട്ടാ. അങ്ങനെ ഒരു ആനനെ കുറിച്ച് ആരും ചിന്തിക്കേ ചെയ്യരുതേ. മഞ്ഞ കളറിലുള്ള ഒരു ആനയെ കുറിച്ച് ആരും ചിന്തിക്കരുത്. ഇനി മഞ്ഞ കളറിലുള്ള ഒരു ആന ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് ചിന്തിക്കേ ചെയ്യരുതിട്ടാ. ഇനി എല്ലാരും ഒന്ന് കണ്ണുറന്നേ. ആനനെ കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാരും കണ്ടില്ലേ ആനനെ? അതാണ് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാ. അത് നമ്മൾ 2, 3, 4 തവണ കുട്ടികളോട് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതന്നെ ആയി പോവാ. അതാ നേരത്തെ പറഞ്ഞത്, രക്ഷാകർതൃത്വം പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഹോംവർക്ക് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുറത്തുള്ള ഫുഡ് അത്രയും അവൈലബിൾ ആണ്. നൈറ്റ് ലൈഫ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ നൈറ്റ് ലൈഫ് ആണ്. രാത്രിയായ ഹെവി ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങുക,
12-1 മണി വരെ പുറത്തൂടെ നടക്കുക. അതായത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു 30 വർഷം മുമ്പേക്ക് അങ്ങനെയായിരുന്നു. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും നൈറ്റ് ലൈഫ് ഇല്ല കേട്ടോ. 8 മണിയാകുമ്പോഴത്തേന് അവിടുത്തെ കടകളൊക്കെ അടയും, കംപ്ലീറ്റ് കടകളും ക്ലോസ് ആവും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ഫ്രം ബെഡ് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ മോട്ടോ എന്ന് പറയുന്നത്. നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് ലൈഫിലേക്ക് പോവാ. നമ്മളെ നാട്ടിൽ 30 വർഷം ബാക്കില്ല. അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഇനി ഇങ്ങനെ ഹെൽത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ അതിന് മാറ്റം വരുമായിരിക്കും. അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ല. പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യന്മാർ ഇഷ്ടപ്പെടും. ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ. ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ അതിനെ പറയാൻ പറ്റൂല. നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം അല്ലെ. ഞാൻ ചോദിച്ചത് ഉമ്മ വാപ്പ എങ്ങനെയാണെന്ന്. അതെ, പാരന്റ്സ് ശ്രദ്ധിക്കണം. അത്രയും കമ്പയർ ചെയ്യാൻ പാടുണ്ടോന്ന്. എക്സാം പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഓക്ക് എത്ര ഇത് മാർക്ക് അല്ലെങ്കിൽ ഓൻ എത്ര ഇത് മാർക്ക് എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുക. സ്വാഭാവികമായിട്ടും നമുക്കത് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. അത് പാടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് ഇത്ര ആലോചിച്ചാൽ മതി. ഉമ്മാനോട് ഉപ്പ രാവിലെ പറയാണ്, അപ്പുറത്തെ പെരീത്തെ സൈനാത്താന്റെ ചുരിദാർ കണ്ടച്ച് എന്ത് രസം അവള് ഡ്രസ്സിങ് സ്റ്റൈല് കാണാന്. ഓൾ ആ ചുരിദാറും ആ ഷോളും ആ പാന്റും ആ ശരീരവടിയും ഒക്കെ കണ്ടാണ്ടല്ലോ എന്ത് ഭംഗിയാലേ എന്ന് പറഞ്ഞാ ഉമ്മ എത്ര ദിവസം ആ പുരയിൽ നിൽക്കും. ഞാൻ ഇടയ്ക്കറിന് ഇടവണ്ണം എത്തിയിട്ടുണ്ടാവും ഇല്ലേ. ഔഷധാണ് പറയണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പുരയിൽ എത്തിയിട്ടുണ്ടാവും. എനിക്ക് പറ്റുവോ? ഇഷ്ടാവൂല. കാരണം അപ്പുറത്തെ പുറത്തെ സൈനാത്താൻ ഇനി എന്തിന് കമ്പയർ ചെയ്യണം? കമ്പയർ ചെയ്യാൻ പാടില്ല. ഞാനാണ്, സൈനാത്ത സൈനാത്തയാണ് അല്ലെ. എന്റെ ജീനവും സൈനാത്താന്റെ ജീനും ഒന്നാണോ? എന്റെ ക്യാരക്ടറും സൈനാത്താന്റെ ക്യാരക്ടറും ഒന്നാണോ? ഇവിടെ സൈനാത്താൻ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടാ, ഒരു പേര് വായിൽ വന്നപ്പോ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്റെ ഡിഫറെന്റാ. അതുകൊണ്ട് കമ്പയർ ചെയ്ത് എനിക്ക് ഇഷ്ടാവൂല. ഞാൻ ഔഷാദക്കാരോട് പറയോ, അപ്പുറത്തെ പെരീത്തെ കരീമാക്കാന്റെ പാന്റും കുപ്പയും കണ്ടിട്ടില്ല നിങ്ങൾ? എന്താ മൂപ്പരെ ഡ്രസ്സിങ് സ്റ്റൈല്, മൂപ്പരെ ഹെയർ സ്റ്റൈൽ ഒന്ന് നോക്കുക നിങ്ങള്. ആണുങ്ങളായ അങ്ങനെ വേണം. ഞാൻ പറയോ? ബുദ്ധിയുള്ളിടത്തോളം കാലം ഞാൻ പറയൂല. കാരണം എന്താ? ഷർക്കൊക്കെ ഇഷ്ടപ്പെടൂലല്ലോ. ഷർക്കൊക്കെ ഇഷ്ടപ്പെടൂല. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മുതിർന്ന വയസ്സ് ആയി മരണപ്പെടുന്നതിന്റെ തലേ ദിവസം ആണെങ്കിൽ നമുക്ക് ഇഷ്ടാവൂല കമ്പയർ ചെയ്യണത്. മനുഷ്യന്മാർ അങ്ങനെയാ. അതേ അവസ്ഥ നമ്മൾ കുട്ടികളിലേക്ക് ആലോചിച്ചാൽ മതി. അത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ 3 കുട്ടികളുടെയും 3 കുട്ടികളും 3 ക്യാരക്ടറാ, 3 ബുദ്ധിയാണ്, 3 ഐക്യമാണ്. അപ്പൊ കമ്പയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്തുകൊണ്ടാന്ന് അറിയുമ്പോ ചോദിക്കണേ, ഓള് ചിലപ്പോ രാത്രി 2 മണിക്കൂർ പഠിക്കുന്നുണ്ടാവും, ഇത് 1/2 മണിക്കൂറും പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല. കമ്പയർ ചെയ്യണ്ട. ഓനാണ്, മറ്റോനുമാണ്. ഓൻ്റെതായ കഴിവുകൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് മുത്തേ, ഷെയറാവില്ല നമ്മള്.